ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ റെസിപ്പിയിലേക്കും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ആ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ദിവസം രാവിലെ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോണത്. കണ്ടില്ലേ, ഞാൻ ആദ്യം എന്താ ചെയ്തത് വെച്ചാൽ 2 ടീസ്പൂൺ നെയ്യ് എടുത്തുക്കണം കേട്ടോ. നെയ്യ് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ നാടൻ നെയ്യ് ആയതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ അതിങ്ങനെ ഉറച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാ വെച്ചാൽ ഇന്നലെ രാത്രി എനിക്ക് കുറച്ച് പൊറാട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പൊറാട്ട എന്താ ചെയ്യല് വെച്ചാൽ പിറ്റേന്ന് രാവിലെ അന്ന് രാത്രി ആർക്കും വേണ്ട. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രിഡ്ജിൽ വെച്ച പൊറാട്ട പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇത് ചൂടാക്കി എടുക്കുക എന്നുള്ള വീഡിയോയിലേക്കാണ് സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച പൊറാട്ട എടുക്കുമ്പോൾ സാധാരണ നമ്മൾ ചൂടാക്കുക, അത് ആവിക്കൊക്കെ വേവിച്ചെടുക്കും. ആവിക്കൊന്ന് ചൂടാക്കി എടുത്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യണത് പോലെ ചെയ്താൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അതേ ടേസ്റ്റിൽ നമുക്ക് പൊറാട്ട ഉണ്ടാവും. പിന്നെ എല്ലാവരുടെ കയ്യിലൊന്നും ഓവൺ ഉണ്ടാവില്ലല്ലോ. ഓവണില്ലവർക്ക് ഓവണിൽ ചൂടാക്കി എടുക്കാം. അപ്പോൾ സാധാരണക്കാർക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചൂടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നല്ല നെരിഞ്ഞ റെസിപ്പി ആയിരിക്കും കേട്ടോ നമ്മളിങ്ങനെ പൊറാട്ട ചൂടാക്കി എടുക്കുമ്പോൾ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ നെയ്യ് അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിലേക്ക് നെയ്യൊക്കെ തടവി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയെടുക്കുകയാണ് പൊറാട്ട കേട്ടോ. 2 വശങ്ങളും നന്നായിട്ട് മുക്കിയെടുക്കണം. മുക്കിയെടുത്തെഴുതിയാണ്ട് പൊറാട്ട അതിൽ അലിഞ്ഞു പോകുന്നില്ല കേട്ടോ. കാരണം നമ്മളിങ്ങനെ ചെയ്തെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് പൊറാട്ട ചൂടാക്കി എടുക്കാൻ പറ്റും. അതും ടേസ്റ്റ് മാറ്റം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഇന്ന് വാങ്ങിച്ച പൊറാട്ടൻ്റെ പോലെയൊക്കെ ചൂടായി കിട്ടുക. നമ്മൾ ആവിക്ക് വേവിച്ചാൽ എങ്ങനെ ആയാലും അത് റെഡിയായി കിട്ടൂല. അങ്ങനെ കുഴഞ്ഞു കൊടുക്കും. അത് പെട്ടെന്നാണ് ചൂടാറും ചെയ്യും. ഇതങ്ങനെയല്ല. ഇത് നല്ല നെരിഞ്ഞ് മൊരിഞ്ഞ് നല്ല ടേസ്റ്റിലുണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ കണ്ടില്ലേ, അടുത്തത് ഞാൻ ചൂടാക്കുന്നുണ്ട്. അങ്ങനെ കുറേ പൊറാട്ടകൾ ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓൾക്ക് പെട്ടെന്ന് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് വന്നത്. കണ്ടില്ലേ, ഇങ്ങനെ നല്ലോണം 2 വശങ്ങളും മുക്കിക്കോളി കേട്ടോ. എങ്ങനെ ആയാലും അലിഞ്ഞു പോകില്ല. ഇതുപോലെ ചുട്ടെടുക്കുക. നമ്മൾ ചുട്ടെടുക്കുന്ന പോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും മറിച്ചിട്ട് കണ്ട് നമ്മളിങ്ങനെ അതിനിങ്ങനെ വേവിച്ചെടുക്കുക, നെരിയിച്ചെടുക്കുക എന്ന് പറയട്ടോ. നെരിയിച്ചെടുക്കുക പറഞ്ഞാൽ ചൂട് എല്ലാ വശത്തേക്കും എത്ര രൂപത്തിലാക്കിയെടുക്കുക എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് എന്താ പരിപാടി വെച്ചാൽ അടുത്തതും അങ്ങനെ ചൂടാക്കി അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാൻ കേട്ടോ. അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ മാത്രമല്ല. കാരണം അത് ഓരോരുത്തരും ഉണ്ടാക്കണം. അങ്ങനെ കുട്ടികളെടുത്ത് കൊണ്ടുപോകണം, ഞാനും ഉണ്ടാക്കണം, കുട്ടികളെടുത്ത് കൊണ്ടുപോകണം. അങ്ങനെയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ പൊറാട്ട എന്താ ചെയ്യൽ. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അപ്പോൾ അടുത്തത് എന്താ വെച്ചാൽ നമ്മൾ റേഷനരി എങ്ങനെയാണ് കുക്കറിൽ വെക്കുക എന്നുള്ളൊരു റെസിപ്പിയിലേക്കാണ് ഇനി സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയെന്ന് ശരിക്കും നോക്കിക്കോളൂ കേട്ടോ. ചില ആളുകളൊക്കെ കുക്കറിൽ ചോറ് വെച്ചാൽ കഞ്ഞിയായി മാറലാണ്. അപ്പോൾ അതിനൊരു ടിപ്സുമായിട്ടാണ് പിന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നോക്കിക്കോളൂ. ഇപ്പോഴത്തെ അരിയിൽ കല്ലും മുള്ളുകളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് കഴുകിയെടുക്കാം. ഈ അരിയിലില്ല. ഇനി എല്ലാവരുടെ അരിയിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഈ അരിയിലില്ല. അതുകൊണ്ട് ഞാനത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ 2 കപ്പ് അളവിൽ അരിയാണ് കേട്ടോ എടുത്ത്. 2 നാഴി അളവിൽ അരി എടുത്തിട്ട് അതിന് നിറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് കേട്ടോ കുക്കറിൽ. ഇത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ വെയിറ്റ് ഊരി വെക്കണം കേട്ടോ. വെയിറ്റ് ഊരി വെച്ചിട്ട് നമ്മൾ ഗ്യാസ് ഓണാക്കി കൊടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായാലേ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ, ഷെയറും കൂടി ചെയ്താളി. കാരണം അത് ചെറിയ ചെറിയ സിമ്പിൾ റെസിപ്പികളാണെങ്കിലും എല്ലാവർക്കും അറിയില്ല കേട്ടോ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞെന്ന് കാണിക്കണത്. ഇനി നമ്മൾ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകണം. അതിന് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളികേരം ചെറിയതൊക്കെ ഇങ്ങനെ നേരിട്ടിട്ട് കൊടുക്കണം കേട്ടോ. 2 ഇല്ലി വെളുത്തുള്ളി ഉണ്ട്. പിന്നെ 2 ഉള്ളി ചെറിയ ഉള്ളി എടുത്തിട്ട് കേട്ടോ ഞാൻ. അതൊക്കെ അതിലിട്ടിക്കണം. ഇനി ബീട്രൂട്ട് ഇതുപോലെ പകുതിയാക്കിയാണ് ഇങ്ങനെ കട്ട് ചെയ്താണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു മിക്സി ആരെ കയ്യിലും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കോളിട്ടോ. നല്ല ഉപകാരപ്പെടുന്ന ഒരു മിക്സിയാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൽ ഉള്ളി കട്ട് ചെയ്യാനും ബിരിയാണിക്കൊക്കെ പറ്റൂട്ടോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് കൈമലൊന്നും ആകാതെ ഇഞ്ചിയൊക്കെ ചതച്ചെടുക്കുക. ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുക്കുക. പ്രസവിച്ച് കിടക്കുന്നവർക്കാണെങ്കിൽ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കണ്ട് ഇടങ്ങാറാവുമല്ലേ നമ്മൾ. ഈ ഒരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുക. ഈസി ആയിട്ട് നമുക്ക് ചതക്കിയെടുക്കാൻ പറ്റും. ചതക്കിയെടുക്കല്ല കേട്ടോ, അരിഞ്ഞെടുക്കാൻ പറ്റും. ചതച്ചെടുക്കണമെങ്കിൽ ചെറുതായിട്ടും ഇത് കട്ടാവും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഞങ്ങൾ എത്ര എളുപ്പമാണ് ആ ബീട്രൂട്ട് ഇവിടെ കട്ടായിരിക്കണത്. അപ്പോൾ കണ്ടില്ലേ, എല്ലാവരും ഇതൊന്നും വാങ്ങിക്കോളി എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. എനിക്ക് വളരെ ഉപകാരപ്പെട്ടൊരു സംഭവമായതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിനെത്ര 1200 1100 അങ്ങനെ എത്രയാണ് കേട്ടോ. വിലയൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ ആവി വരുന്നുണ്ട്, നിങ്ങൾ കണ്ടുകണമെന്ന് എനിക്കറിയില്ല. ഇതിൽ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ആവി വന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ആ കുക്കർക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കുക. വെയിറ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് പരിപാടി കഴിഞ്ഞു കേട്ടോ. വെയിറ്റ് ഇട്ടാൽ നമ്മൾ ഓഫ് ആക്കണം.
പിന്നെ അത് കൂക്കിച്ചാൽ നിൽക്കരുത് കേട്ടോ. വിസിൽ വരുമ്പോഴാണ് ചോറ് ഇങ്ങോട്ട് ആകെ കളികളിയായി മാറുന്നത്. അപ്പോൾ വിസിൽ വരാൻ നിൽക്കരുത്. വിസിൽ വരാതെ തന്നെ നമ്മൾ ഓഫാക്കി എടുക്കുക. ആവി വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ഇട്ട് കൊടുക്കുക. വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഓഫാക്കുക എന്നാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടാക്കണ നിങ്ങൾ കണ്ടില്ല, തേങ്ങയും അതുപോലെ തന്നെ പച്ചമുളക്, ചെറിയ ഉള്ളിയൊക്കെ ഒന്നിച്ച് ചതച്ചുണ്ടാക്കിയെടുത്ത്. അപ്പോൾ ഇതൊരു ചിക്കനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇത് ചിക്കനല്ല കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ്. എന്ത് മീനാണെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ പറയാനറിയില്ല കേട്ടോ. ഇന്നലെ കിട്ടിയ മീനാണ്. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം നല്ല മീനൊക്കെയാണ്. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയില്ല. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാലൻസ് പീസുകൾ ഉണ്ടായപ്പോൾ ഞാൻ വീഡിയോ എടുക്കുക. നല്ല ചിക്കൻ്റെ പോലെയുള്ള കഷ്ണങ്ങൾ, കോരമീനാണെന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. നല്ല വലുപ്പം ഉണ്ടായിന്. 500 രൂപ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വലിയ വില കൊടുത്തൊക്കെ വാങ്ങിയാണ്. ഞാൻ മൈൻഡ് ചെയ്യാതെ ഉണ്ടായിരുന്നു. ഞാനൊരു വീഡിയോയും കൂടി അതിൻ്റെ ഒപ്പം എടുത്താണ്. അപ്പോൾ നല്ല ചിക്കനല്ല, നല്ല മീനാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെളുത്തുള്ളി ചതച്ചെടുക്കുക. ഇതിലേക്ക് 2 ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്ത് കാണല്ല കേട്ടോ. തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മീനിന് ഉണ്ടാവുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക, അത് നന്നായിട്ട് ചതച്ചതിന് ശേഷം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ഓരോ റെസിപ്പികൾ അടുക്കളയിൽ നമ്മളിങ്ങനെ ഇടങ്ങേറാവല്ലേ കാര്യം, രാവിലെ എങ്ങനെ നിന്ന് തിരിഞ്ഞ് കളിക്കണതിന് പകരം എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നുള്ള വീഡിയോ ആണ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കൊണ്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഒരു 8 മണിക്ക് തുടങ്ങിയപ്പോഴത്തിന് ഒരു 8:45 9 മണിയായപ്പോഴത്തിന് എൻ്റെ എല്ലാ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ മീൻ നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മസാല ഇട്ട് കൊടുക്കുകയാണ്. മുളകും പൊടി മഞ്ഞളും മാത്രം ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുത്തോളി. അപ്പോഴാണ് മീനിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ മീൻ ഇട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ അവനവൻ്റെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരളവൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. ഉപ്പും മുളകൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്തോളി. ചേർക്കുമ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണെന്നാണ് ഞാനിതിൽ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കിട്ടോ. ഇനി കുറച്ച് വെള്ളം ഒന്ന് കൈമലാക്കി കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ആ ചിക്കൻ്റെ പോലെയുള്ള മീൻ കൊണ്ടുവന്ന് നന്നായിട്ട് ഇതേപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളതൊരു 10 മിനിറ്റ് റെസ്റ്റിന് വെക്കണം കേട്ടോ. എന്താ ഗ്ലാമറല്ലേ, നല്ല ചെറുക്കുള്ള മീനാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള മീനാണ്. പിന്നെന്താ എനിക്ക് പറയണ്ടേ അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിനി, അതുകൊണ്ടാട്ടോ അത്രയൊക്കെ പറയണേ. കണ്ടില്ലേ, ഇനി നമുക്കതാണ് മാറ്റി വെക്കട്ടോ. മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ചോറ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഈ ചോറിൻ്റെ ഒരു കാഴ്ചകൾ കണ്ടോളി. നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല സൂപ്പർ ചോറ്, നല്ല തെളിഞ്ഞ കഞ്ഞിവെള്ളമാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് മനസ്സിലാവണം. കറക്റ്റ് പരുവത്തിൽ വെന്തിട്ടുണ്ട്. കുക്കറിൽ വെച്ച ചോറാണെന്ന് ആരും പറയൂല, നല്ല ചോറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളി. അപ്പം ഞാൻ താളിക്കാൻ പോവാണ്. ഇലക്കറിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത്. ഇലക്കറി നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇലക്കറി കൂട്ടണം കേട്ടോ. കാൽസ്യം അയഡിനൊക്കെ ഉണ്ട്. അയഡിൻ പറഞ്ഞാൽ രക്തം ഉണ്ടാവുകയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. രക്തം ഉണ്ടാവും കേട്ടോ ധാരാളം. നമ്മളിത് കഴിച്ചാൽ നമ്മളെ കാഴ്ച ശക്തിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഇടയിലൊന്ന് ഇലക്കറി കൂട്ടണം, എല്ലാവർക്കും നല്ലതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരാണ്. ഇനി കണ്ടില്ലേ, 5 മിനിറ്റ് മാത്രമാണ് ഞാൻ പുറത്തിങ്ങനെ ഊറ്റി വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ നേരെ ഈ കുക്കറിലേക്ക് വെച്ച് ചോറിട്ട് കൊടുത്തേക്കാണ്. അങ്ങനെ കുക്കറിലേക്ക് ചോറിട്ട് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു ചൂടാറപ്പെട്ടിൻ്റെ ഉപയോഗം നടക്കും കേട്ടോ. കുക്കറിൽ അങ്ങനെ ചോറ് വെക്കണോണ്ട് അങ്ങനെ ചോറ് വെച്ചാൽ കുറേ സമയം ചൂട് നിൽക്കും ചെയ്യും. നമുക്ക് കുറേ പാത്രങ്ങളൊന്നും മോറാണ്ടാവില്ല. ആ ഒരൊറ്റ കുക്കറിലാണ് നമ്മൾ വെക്കുന്നതും ചോറെടുത്ത് വെക്കുന്നതൊക്കെ. അപ്പോൾ ചൂടാറപ്പെട്ടി, തെർമോകോളിൻ്റെ പെട്ടി, റൈസ് കുക്കറൊന്നും ആവശ്യമില്ല, നമുക്ക് ഈ കുക്കർ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു വരുന്നത് കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് സ്ഥിരമായിട്ട് വെക്കുക. അപ്പോൾ വൈകുന്നേരം വരെ ചോറ് ചൂട് നിൽക്കും. രാവിലെ ചോറ് വെച്ചാൽ വൈകുന്നേരം വരെ നല്ല ഇതിൽ നിൽക്കും. കറക്റ്റ് 10-12 മണി ആയാലൊന്നും ചോറ് ചൂടാറൂല. അപ്പോൾ നിങ്ങൾ വെള്ളം ഒന്നും ഒഴിച്ചെടുക്കരുത് കേട്ടോ. ചോറ്റിൽ പച്ചവെള്ളം ഒഴിച്ചെടുക്കുമ്പോഴാണ് ചോറാകെ കളിബിളിയായിക്കാണ്ട് കേടരുന്നത്. നമ്മൾ അത്യാവശ്യം വെള്ളം വെച്ചെടുക്കുക. വെള്ളം വെച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൽ വെള്ളം പാർന്നാണ്ട് കളിക്കരുത്. അപ്പോൾ മീനൊക്കെ കണ്ടില്ല ഞങ്ങൾ പൊരിച്ചത്, നല്ല ചിക്കൻ്റെ പോലെ മീനാണ് നമ്മൾ പൊരിച്ചെടുത്തത്. നല്ല അടിപൊളി മീനാണ്, നല്ല മീനായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇനി ഞാൻ അടുത്തതായിട്ട് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാനുള്ള തിക്കും തിരക്കൊക്കെയാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ വിചാരിച്ചിട്ട് സ്കൂളിലേക്കുള്ള റെസിപ്പിയാണ് അടുത്ത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഉരുളൻകിഴങ്ങ് പൊരിച്ചെടുക്കുകയാണ്. കുട്ടികൾക്കൊക്കെ ഉരുളൻകിഴങ്ങൊക്കെ പറ്റുള്ളൂ, പൊട്ടറ്റോ. അപ്പോൾ നമ്മൾ അതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ കുറേ വെളിച്ചെണ്ണയൊന്നും ഞാൻ പാരലില്ല കേട്ടോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പാരുള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയാണ്ട് എടുക്കല. കണ്ടില്ല, ഇനി ഞാൻ ചോറ് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുകയാണ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട്. ആ തുറക്കുമ്പോഴുള്ള ഒരു കാഴ്ചകൾ നോക്കുകയാണെങ്കിൽ നല്ല ചോറ്, ഒന്നൊന്നുമ്പോൾ തൊടാത്ത ചോറാണ്.
ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാതി കൊണ്ടുവന്നാണ് ഈ ചോറിട്ട്. അവിടെയൊക്കെ സ്പീഡ് കൂടിയിട്ട് മനസ്സിലായിക്കണോന്ന് അറിയില്ല. നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. കണ്ടില്ല, ഈ ചോറ്റിൽ ഞാൻ വേറെ പച്ചവെള്ളമൊന്നും പാരുന്നില്ല, നേരെ തീക്ക് ഇങ്ങോട്ട് ഊറ്റിയെടുക്കുക കേട്ടോ. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളി. സമയ ലാഭം, ഇന്ധന ലാഭം, പിന്നെ അതുപോലെ തന്നെ പാത്രങ്ങൾ കുറേ കഴുകാണ്ടാവില്ല കേട്ടോ. നമ്മൾ നേരെ ഈ ഓട്ടക്കൊട്ടയിൽ നിന്ന് പിന്നെ ആ കുക്കർക്ക് തന്നെ തട്ടുന്നതുകൊണ്ട് നല്ല സുഖമാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളി. റേഷനരി ഒന്നും വെന്ത് ഏറിയാണ്ട് ആകെ കളികളിയായി നിൽക്കൂല, നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അത്രയ്ക്ക് തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പൊന്നു കൂട്ടുകാരെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് അവർ ഇതുപോലുള്ള റെസിപ്പികളൊക്കെ അവരും ഉണ്ടാക്കി നോക്കട്ടെ. ഞാൻ എത്ര എളുപ്പമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഈ റെസിപ്പികളൊക്കെ അവതരിപ്പിച്ചത്. എനിക്കൊരു മണിക്കൂറിൻ്റെ മുമ്പായിട്ട് എൻ്റെ എല്ലാ കുക്കിംഗ് പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് കുറേ സമയങ്ങളൊക്കെ ലാഭിച്ചു. ഞാൻ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി, നിങ്ങൾ കണ്ടില്ലേ എത്ര എളുപ്പമാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. എല്ലാം കൂടി ഒന്നിച്ചിങ്ങോട്ട് മിക്സിയിൽ കറക്കിയെടുത്തൊക്കെയാണ്, എന്നിട്ട് ഇങ്ങനെ ഇതാക്കിയെടുത്താണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ കയറി വന്നതാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെ പറയാനുള്ളത്. അപ്പം ഇനി എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രം ഉണ്ടാക്കി നോക്കിയാൽ മതിയിട്ട് എല്ലാവരും കുറേ അവിടെയും ഇവിടെ കണ്ടുകാണ് ഉണ്ടാക്കി നോക്കിയാണ്ട് നമുക്ക് പരാതിയായിട്ട് വരരുത്. അത്രയൊക്കെ തന്നെ പറയാനുള്ളത്. ഇപ്പോൾ ഇതുവരെ കണ്ടു നിന്ന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ കുട്ടികൾ ചെറുതായിട്ടുള്ള അലമ്പൊക്കെ ഉണ്ടാക്കിനെ, അതൊന്നും അതിനൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.